ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SDA ജോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് nsry കൊച്ചി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു വിജ്ഞാപനത്തെക്കുറിച്ചാണ്. ഏകദേശം 230 വേക്കൻസികളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത്. SSLC ITI യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് ഈ വീഡിയോയിൽ നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ടും ലഭിക്കുകയുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്രൻറ്റീസ് ട്രെയിനിങ് വേക്കൻസികളിലേക്കാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത്. കൊച്ചിയിലാണ് ജോബ് ലൊക്കേഷൻ. 230 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ മോഡ് ബൈ പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. 2022 സെപ്റ്റംബർ 23-ാം തീയതിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് യാതൊരുവിധ അപേക്ഷാ ഫീസുകളൊന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഏതെല്ലാം ട്രേഡുകളിലേക്കാണ് അപ്രൻറ്റീസ് ട്രെയിനിങ്ങിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് കോപ്പിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, ഫിറ്റർ, മെക്കാനിസ്റ്റ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, ടർണർ, വെൽഡർ, ഇൻസ്ട്രുമെൻ്റൽ മെക്കാനിക്, ഷീറ്റ് മെറ്റൽ വർക്കർ, സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റ്, ഇലക്ട്രോ പ്ലേറ്റർ, പ്ലംബർ, മെക്കാനിക് ഡീസൽ, മെറൈൻ എഞ്ചിൻ ഫിറ്റർ, ഷിപ്പ് റൈറ്റ്, ടൂൾ ആൻഡ് ഡൈ മേക്കർ, പെയിൻറ്റർ, പൈപ്പ് ഫിറ്റർ, ഫൺഡ്രിമാൻ, ടൈലർ, മെക്കാനിക് ഓട്ടോ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഡ്രാഫ്റ്റ്മാൻ സിവിൽ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി പറയുന്നത് മാക്സിമം ഏജ് ലിമിറ്റ് 21 വയസ്സാണ്. 2023 ജാനുവരി 30 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷനായി പറയുന്നത് മെട്രിക് അല്ലെങ്കിൽ 10th ആണ് പറയുന്നത്. മിനിമം 50% മാർക്കോടുകൂടി SSLC SSC പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ITI എക്സാമിനേഷൻ റിലവൻ്റ് ട്രേഡിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 65% റിലേറ്റീവ് ട്രേഡിൽ ITI പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം സമർപ്പിക്കേണ്ട അഡ്രസ്സ് തന്നിട്ടുണ്ട്. ദ അഡ്മിനൽ സൂപ്രണ്ടൻ്റ്, അപ്രൻറ്റീസ് ട്രെയിനിങ് സ്കൂൾ, നേവൽ ഷിപ്പ് റിപ്പയർ യാർഡ്, നേവൽ ബേസ്, കൊച്ചി 682004 എന്ന അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമുകൾ അയക്കേണ്ടത്, പോസ്റ്റ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് കാൻഡിഡേറ്റ്സ് ഫോട്ടോസ് വേണം. 4 കോപ്പി ഫോട്ടോ വേണമെന്ന് പറയുന്നുണ്ട്. അറ്റസ്റ്റഡ് കോപ്പി ഓഫ് SSC, മെട്രിക്കുലേഷൻ മാർക്ക് ഷീറ്റ്, പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ITI മാർക്ക് ഷീറ്റ്, സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് SC ST OBC ഉള്ളിയാണ് ചോദിക്കുന്നത്, അറ്റസ്റ്റഡ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഫിസിക്കൽ ഡിസേബിലിറ്റീസ് ഇഫ് ആപ്ലിക്കബിൾ ആണെങ്കിൽ അറ്റസ്റ്റഡ് കോപ്പി ആവശ്യമാണ്. അതേപോലെ തന്നെ ആർമഡ് ഫോഴ്സ്, എക്സ് സർവീസ്മാൻ, ഡിഫൻസ് സിവിലിയൻ, ഡോക്യാർഡ് എംപ്ലോയീസ് തുടങ്ങിയവരുടെ കുട്ടികളാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വേണം. ഗസറ്റഡ് ഓഫീസറിൻ്റെ സൈൻ ചെയ്ത ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ തന്നെ പാൻ കാർഡ്, ആധാർ കാർഡ്, അറ്റസ്റ്റ് ചെയ്ത പാൻ കാർഡ്, ആധാർ കാർഡ്, കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, NCC ഓർ സ്പോർട്സ് സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് റിസർവേഷൻ്റെ കാര്യങ്ങൾ. ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക്
3% വേക്കൻസീസ് അപ്രൻറ്റിസ്ഷിപ്പിൽ വേക്കൻസീസ് ഇതേപോലെ തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് റിസർവ്ഡ് ആണെന്ന് കൂടി പറയുന്നുണ്ട്. അതേപോലെ തന്നെ SC ST OBC കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് ആണ്. ഇതിലേക്ക് എക്സാം ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല, നിങ്ങളുടെ മാർക്ക് നോക്കിയായിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് നൽകേണ്ടത്. ഡൗൺലോഡ് ചെയ്ത് ഫില്ലപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏത് ട്രേഡിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അറ്റസ്റ്റഡ് ബൈ ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ ITA പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസറിൻ്റെ സിഗ്നേച്ചർ വേണമെന്ന് പറയുന്നുണ്ട്. അറ്റസ്റ്റഡ് ചെയ്തിരിക്കണം. നിങ്ങളുടെ പേര്, നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ SSC സർട്ടിഫിക്കറ്റിൽ നൽകിയിട്ടിരിക്കുന്ന പേരാണ് ഇവിടെ വേണ്ടത്. പിന്നെ നിങ്ങളുടെ ജെൻഡർ, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ് ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി, ഫിസിക്കലി ചലഞ്ചഡ് ആണ് എങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി കൊടുക്കേണ്ടതുണ്ട്. പിന്നെ നിങ്ങളുടെ അഡ്രസ്സ്, കറസ്പോണ്ടൻസ് അഡ്രസ്സ്, അതേപോലെ തന്നെ നിങ്ങളുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ, മെയിൽ ID, കോവിഡ് വാക്സിനേഷൻ ഡീറ്റെയിൽസ് നൽകേണ്ടതുണ്ട്. നിങ്ങളുടെ ഷൂ സൈസ്, ടീഷർട്ട് സൈസ് എല്ലാം നൽകേണ്ടതുണ്ട്. കൂടാതെ നിങ്ങളുടെ സിഗ്നേച്ചർ, കൂടാതെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ ആദ്യം പറഞ്ഞിരുന്നു ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ സമർപ്പിക്കേണ്ടതെന്ന്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സും കൂടി സമർപ്പിക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് തന്നിരിക്കുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾ അയക്കേണ്ടതാണ്. ഇപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ indiannavy.nic.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് ഫില്ലപ്പ് ചെയ്ത് നിങ്ങൾ തന്നിരിക്കുന്ന അഡ്രസ്സിലേക്ക് അയയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് തന്നെ വായിച്ച് നോക്കി, ട്രേഡുകളെല്ലാം കൃത്യമായിട്ട് തന്നെ നോക്കിയിട്ട് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. ഇതിലേക്ക് യാതൊരുവിധ അപേക്ഷാ ഫീസുകളും തന്നെ ഇല്ല. 50% മാർക്കോടുകൂടി SSLCയും അതേപോലെ തന്നെ 65% മാർക്കോടുകൂടിയും ITA സർട്ടിഫിക്കറ്റുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പം മാക്സിമം എല്ലാവരും തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുക. കൊച്ചിയിലേക്കാണ് നിങ്ങളുടെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്രൻറ്റീസ് ട്രെയിനിങ് ആണ് എന്ന് വിചാരിച്ച് ആരും അപേക്ഷ സമർപ്പിക്കാതിരിക്കരുത്. ഇതിലേക്ക് വനിതാ കാൻഡിഡേറ്റ്സിനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. വുമൻസ് കാൻഡിഡേറ്റ്സിനും അവസരമുണ്ട്. അപ്പോൾ അവരും അപേക്ഷ സമർപ്പിക്കുക. മാക്സിമം അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. 250ഓളം വേക്കൻസികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുക. 26ഓളം ITA ട്രേഡിലേക്കാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ മാക്സിമം അപേക്ഷ സമർപ്പിക്കുക. കൂടാതെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ടും ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.